അമൃത നീ ഇരുന്നോളൂ. അല്ലമ്മേ ഞാൻ പിറ്റേന്ന് രാവിലെ ദേശായി കുടുംബക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇവർ ദേശായി കുടുംബം അല്ലട്ടാ, ഇവരുടെ പേരാണ് ബ്രേക്ക്ഫാസ്റ്റ് കുടുംബം. എനിക്കിഷ്ടമില്ലാത്തവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ശരി, അർജുന് പടിയടച്ച് പിണ്ടം വെച്ചാ. ഞാനിരിക്കുന്നതിന്റെ പേരിൽ ആരും പോകേണ്ടതില്ല. നീ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നിനക്ക് ശരിയല്ല. അത് മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കേണ്ടതില്ല. അത് പോയിന്റ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു? നിനക്ക് ഭ്രാന്തായോണ്ട്. ആരുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഈ കാര്യത്തിൽ കൂട്ടുവെക്കാൻ പറ്റില്ല. ഇയാളുടെ സമ്മതം വാങ്ങിച്ചിട്ടാണ് എല്ലാവരും എല്ലാം ചെയ്യണം. ചായ കിട്ടിയില്ല. ഇതൊക്കെ പറഞ്ഞ അർജുനൻ മഞ്ഞക്കിളി ഈ തള്ള ബാക്കിൽ നിന്നിട്ട് നീ എന്താടി പറയാഞ്ഞേ? സിസിലിയോട് അവന് ചായ കൊണ്ടു കൊടുക്കാൻ പറ. എന്റെ ഉമ്മറിനെ സിസിലിനോട് പറഞ്ഞൂടെ? ഡ്രസ്സും വാച്ചും കൊടയും പടിയൊക്കെ ഇനി അവിടെ ഇരിക്കുന്നത്. റൂമിൽ വന്ന അർജുൻ ഡ്രസ് ഒന്നും കാണാനില്ല. ഒരു പുരുഷനും വിവാഹം ചെയ്യാൻ പാടില്ല, ചെയ്താൽ തന്നെ പിണങ്ങാനും പാടില്ല. അതെ, ചെയ്തവർക്ക് അങ്ങനെ പലതും പറയാലോ. ഏറ്റവും നല്ലത് സ്വന്തം സാധനങ്ങൾ അവരോട് തന്നെ സൂക്ഷിക്കുന്നത്. അതെ, ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ തന്നെയാണ് എടുത്തു വെക്കുന്നത്. നിനക്ക് എന്താ സൂക്ഷിച്ചാ? ഇതിന്റെ ഡ്രസ്സൊക്കെ എവിടെയെന്ന് അറിയാത്ത തപ്പുന്നുണ്ടാവും. ഒളിഞ്ഞു നിന്ന് സ്നേഹം. ശരി ഉണ്ണി. പിന്നെ we need our Sicily sound back. We need justice. ചായ ചായവടി. അമൃത ഇട്ടത് ഏട്ടത്തി അറിയാതെ എടുത്തോണ്ട് വന്നാവും. ഇല്ല സാറേ. അർജുൻ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അമൃതയിട്ട ചായയുടെ ടേസ്റ്റ് എനിക്ക് അറിയാലോ. അമൃത ഉണ്ടാക്കുന്ന ചായക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ ചായക്ക് താടി മിച്ചുണ്ട്, നിനക്ക് മനസ്സിലാവാൻ? അതുപോലെ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. ചേച്ചി എന്റെ പൊന്നു മോനെ അടുക്കളയിൽ അതൊരു ചായപ്പൊടി ഉള്ളത് ഇട്ടുണ്ടാക്കി കഴിഞ്ഞ ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ. അമൃത ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ടേസ്റ്റ് ഒന്നും വരില്ല. വാച്ച് എവിടെ ഇരിക്കുന്നു പറഞ്ഞത്? വാച്ച് എവിടെയാണെന്ന് പറഞ്ഞില്ല. അർജുൻ എല്ലാം മനസ്സിലായി. മാപ്പ് പറയിച്ചു. രാത്രി വശീകരണ പൊടി ഓടിച്ച് വർഷ സത്യം വിളിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഉമ്രുവിനെ കൊണ്ട് മാപ്പ് പറയിച്ചത് കൊണ്ട് വർഷം അഭിഷേകം വഴക്കായി. എംഡിയുടേത് ഒഫീഷ്യൽ ടൂർ ആണോ? ഓഫീസിലെത്തി അർജുൻ. എം ഡി നമ്മുടെ ദേവേട്ടനല്ലേ? അല്ല സർ, കമ്പനി എയർ ടിക്കറ്റും അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഞാൻ അന്നേ പറഞ്ഞില്ലേ അയാൾക്ക് പട്ടായിക്ക് ട്രിപ്പ് പോകാനുണ്ടെന്ന് വിളിച്ച്. അർജുൻ അമൃതേനെ ഒന്ന് വിളിച്ച് നോക്കാം. ഹലോ അമൃത, ഫോൺ എടുക്കുന്ന അമൃത. ഈ തള്ളയുടെ നിന്റെ റിമോട്ട് എങ്ങാനും കൊടുത്തിട്ട് എനിക്ക് കോൾ വരുമ്പോഴേക്കും ഈ തള്ളേക്കിന് അറിയുന്നേ. എനിക്ക് ആന്റിയോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. കൽപ്പന നീ ബോർഡർക്ക് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കണ്ട. എന്റെ ഭാഗത്താണ് തെറ്റ്, ക്ഷമിക്കണം. അങ്ങനെ അർജുൻ കൽപ്പനയോട് ക്ഷമ ചോദിച്ച് കുട്ടികളെ തിരിച്ച് വീട്ടിൽ കയറ്റിക്കൊണ്ട് വരും. എന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അർജുനേട്ടനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അർജുൻ എന്താ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടാ വന്നത്. ഐഫോണാ? ഈ ചെറിയ പരിപാടിക്കാ? അർജുനേട്ടനോട് സ്നേഹമുണ്ടെന്ന് അഭിനയിക്കാനാ ഞങ്ങൾ വന്നതെന്ന്. എനിക്കറിയാൻ പാടില്ലാത്തത് ഇവന്റെ ആക്ടിങ് ഇതുവരെ കഴിഞ്ഞില്ലേ? പണ്ട് മഞ്ഞു മുത്തശ്ശി വന്നപ്പോ അമൃതയുടെ വെച്ചായിരുന്നു ആക്ടിങ്. ഇപ്പൊ കുട്ടികളെ വെച്ച ആക്ടിങ്. എന്ത് ചെയ്താലും ഇവന്റെ ആക്ടിങ് പൊളി. അർജുനേട്ടന് ഞങ്ങളെ ഇപ്പൊ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ഇതെത്ര കണ്ടേണ്. ഇതിൽ എന്തോ ഒരു രഹസ്യധാരണയുണ്ട്. കാര്യങ്ങളൊക്കെ ഉമ്രുവിന് മനസ്സിലാവും. എന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന കളിക്കാനായിട്ട്. അത് വർഷ. അതേമ്പോ പിള്ളേര് അർജുനോട് സത്യം പറയും. അതായത് വർഷേച്ചിയാണ് ഇവരെ റൂമിൽ കയറ്റി വിട്ടതെന്നും ഇതൊക്കെ എടുത്ത് തന്നതെന്നും ഒക്കെ നശിപ്പിച്ചതെന്നും വർഷേച്ചിയാന്ന് പറയും. ഇതറിഞ്ഞ അർജുൻ എന്ത് ചെയ്യും? പിള്ളേരെ വർഷയുടെ റൂമിലേക്ക് കയറ്റി വിടും. ഞാൻ മുറി കാണിച്ചു ഒന്ന് കാണുന്ന വർഷപ്പാണി പാളിയിൽ ആ കുരിപ്പുകളെ അങ്ങ് കൊല്ലും. ഞങ്ങക്ക് അർജുനേട്ടൻ വരുത്തരണം. എന്തൊക്കെ ആക്ടിങ് കാണുന്ന ദൈവമേ. പിള്ളേർക്ക് ഫുഡ് അർജുൻ കൊടുത്താലേ ഇറങ്ങുമെന്ന് ഇത് കാണുമ്പോ തന്നെ സംശയം തോന്നില്ല. ആ പൊട്ടാ നിനക്ക് എന്ത് ഡിഗ്രി നടാ പറഞ്ഞ നീ? അർജുനേട്ടൻ ഞങ്ങളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കെങ്കിലും മനസ്സിലായില്ലോ. ഇതിന്റെ ഇടയ്ക്ക് അവിടെ അഞ്ജലിക്ക് ജനി പിടിച്ചു. അയ്യോ പൊള്ളുന്നു. നല്ല ടെമ്പറേച്ചറാ. നല്ല പനിയാണല്ലോ. ഞാൻ വിചാരിച്ചു മോശം പനിയാന്ന്. കൊന്നുകളെ ഞാൻ. എന്തൊക്കെയാണ് കളിപ്പാണോ? പറഞ്ഞതുപോലെ ചെയ്യും. ഇളയമയാണെന്നും നോക്കില്ല. പേടിച്ചിട്ട് മറ്റൊരാളാണ് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ കുത്തിയിരിക്കും. കുത്തിയിരിക്കണം. നിന്നവിടെ കസേരയില്ലേ? അഞ്ജലിക്ക് ഒരു ചുക്കാപ്പി ഇട്ട് കൊടുക്കാൻ കഴിയോ? സീ തന്നെ നിന്നെ മേലാൽ കളിപ്പാവരുത്. ഇത് പുതിയ ലാപ്പാണല്ലോ. വർഷ പിന്നെയും പിള്ളേരെ എരി കയറ്റിയിട്ട് അർജുന്റെ ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കും. ഇത് കാണുന്ന അർജുൻ നീയാ എന്നെ അമൃതി വേർപിരിക്കാൻ കാരണം. ഈശ്വരാ, ആക്ടിങ് ഓവർ ആക്ടിങ്. മിണ്ടി പോകരുത്. എനിക്ക് ഓന്തിന്റെ സ്വഭാവം നിനക്കറിയാലോ. പേടിച്ചിട്ട് ഇവിടെ കിരൺ അഞ്ജലി റൊമാൻസ് ചുക്ക് കാപ്പിയിൽ പ്രണയം കൈമാറുന്നു. What is sentimental and romantic scene? Wow! എനിക്ക് അമൃതി കിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞതായി പ്രചരിപ്പിക്കുക. അർജുന്റെ പുതിയ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരോട് പറയണം ഞാൻ അമൃതനെ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകണം. അപ്പൊ നിങ്ങൾ എന്നെ തടയണം. ചിന്താ ശ്യാമള ഞങ്ങളും കണ്ടിട്ടുണ്ട്. അയ്യോ അച്ഛ പോവല്ലേ, അയ്യോ അച്ഛ പോവല്ലേ. അർജുൻ പിള്ളേര് കൊള്ളാം. 2 ഐഫോൺ വാങ്ങിച്ചു കൊടുത്താലും നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അമ്മ വിശ്വസിച്ചത് തന്നെ. അർജുനേട്ടന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഉമ്മറ് ഇവരുടെ ആക്ടിങ് കണ്ടിട്ട് നല്ല ആർട്ടിഫിഷ്യൽ ആക്ടിങ് ആണല്ലോ. അർജുനേട്ടനെ അമൃത ചേച്ചി ഒന്നിപ്പിക്കണം.
അർജുൻ ബിയിലേക്ക് എന്നോട് അമ്മയുടെ കളി, അമ്മേനെ പറ്റിച്ച പൈസ എന്റെ കയ്യിലുണ്ട്. അർജുനേട്ടനോട് മാത്രമേ കൂടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സംശയം തോന്നി ഉമ്മർ എന്ത് ചെയ്യും? പിള്ളേരെ കൊണ്ടുപോയിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്യും. പിള്ളേരുള്ള സത്യമൊക്കെ അങ്ങോട്ട് വിളിച്ചറിയും. ആന്റി വരുമ്പോ അങ്ങനെ പറയണോന്ന് പറഞ്ഞു. അർജുന അത് വെറുതെ അമൃതയുടെ സ്വന്താക്കാൻ വേണ്ടിട്ടേ ഒരു ഐഡിയ ഇറക്കിയതാണ്. അമ്മയ്ക്ക് ഇഷ്ടമായില്ല, കണ്ടുപിടിച്ചില്ലേ? ശരി എന്നാ. ധൈര്യം ഉണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ട് കല്ലെടുപ്പിക്കാതെ അതാ ചെയ്യേണ്ടത്. അർജുൻ പുല്ല് പിന്നെ നാണം കെട്ട ഞാൻ. ഒരു ഭ്രാന്തന്റെ അവിവേകമായിട്ട് കൂട്ടാം, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് വിവരമില്ലാത്തവനാണെന്ന് കൂട്ടാം. രണ്ടും സത്യം തന്നെ. കുട്ടികളെ കൊണ്ട് അമ്മ പറയിക്കുമ്പോ ഞാൻ നിന്ന് ഉരുവായിരുന്നു. എന്താ മെഴുകു തിരിയ? ഈ തല ആരുടെ മുന്നിലും താഴ്ന്നത് കാണാൻ എനിക്കാവില്ല. യോ അമൃത, എന്നാ അർജുന ബാർബർ ഷോപ്പിൽ കൊണ്ടേ മുടി വെട്ടിക്കണ്ടാ, തല കുനിക്കേണ്ടി വരും. മനസ്സിലെ വേദനകൾ പരസ്പരം പങ്കുവെക്കാമായിരുന്നു. പാവം നമ്മുടെ അർജുന് വേദന പങ്കുവെക്കാൻ ആളില്ല. അത് ഈ വേദന ഇങ്ങനെ പങ്കുവെച്ച് ഇങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ റൊമാൻസ്, അവിടെ വിരഹം, ഇവിടെ റൊമാൻസ്, അവിടെ വിരഹം, ഇവിടെ റൊമാൻസ്, അവിടെ വിരഹം, എപ്പോഴും എന്നോട് പരിഭവം ഭാവിച്ചു പിണങ്ങുന്നു നീ. പാട്ടാ അർജുൻ മാനസമൈനെ പാടുന്നു. എന്നോട് പരിഭവം ശപ്പോ അഞ്ജലി. മിഴിയിലി കണ്ണീരിന്നു നിറഞ്ഞതെന്തേ അതാരാ മറുതയുടെ പുറത്ത് മീശ വെച്ചിരിക്കണേ? അർജുൻ ഇത്രയും വലിയ പാട്ടുകാരനായിരുന്നു, കലാകാരനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അടുത്ത ദിവസം നമ്മുടെ ദേവേട്ടൻ അങ്ങ് USA വരും. നമ്മൾ തമ്മിലുള്ളത് ജെന്റിൽമാൻ കരാറാ. ഡോണ്ട് വയലേറ്റ് ദി അഗ്രിമെന്റ്. നമ്മുടെ ഉമ്മറുവിന്റെ അനിയത്തി ജാസ്മിനെയും കൊണ്ടാണ് വരവ്. ഞാൻ കുട്ടിയാണല്ലോ, ജസ്റ്റ് 34 years ഉള്ള ഒരു കുട്ടി. 34 വയസ്സ്, അത്ര കൊല്ലം മുമ്പ്. ശാരദയാന്റി ആ പേര് ഞാൻ ഗസറ്റി കൊടുത്ത് മാറ്റിയല്ലോ. ശാരദാദേവി മാറ്റിയിട്ട് ജാസ്മിനാക്കി. ഊർമ്മയ്ക്ക് വേണ്ടാത്തവളാ, പിന്നെ നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുന്നത്? ഈ ഉമ്മറും എല്ലാരും ആയിട്ട് അടിയാണല്ലോ, വെറുതെ എല്ലാം അങ്ങനെ ആയിപ്പോയെ. ജാസ്മിൻ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി. ഇങ്ങോട്ടാണെന്ന് ജാസ്മിൻ പറഞ്ഞു, കൂടെ അങ്ങ് പോന്നു. എന്താ KSRTC ബസ്സാണോ? അവിടെ വെറുതെ ഇങ്ങനെ കാണുമ്പോ ടിക്കറ്റ് എടുത്ത് കയറി വരും. 18ാമത്തെ വയസ്സിൽ ഊർമിള എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് വീട് വിട്ടതാ. ഓ ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. പരിചയപ്പെടുത്തേണ്ട ആളെ തന്നെ അങ്ങ് ചെയ്തോ. ആരാ എന്താന്നുള്ള പുതിയ റിലേഷൻ ഒന്നും എനിക്കറിയില്ല. മധുവിന് പൊസസീവ്നെസ്. എന്നെ ദീദി എന്ന് വിളിച്ചോ. ചേച്ചി എന്താ? ദീദിയാ? എന്താ ഷാമ്പൂന്റെ പരസ്യ? ദീദിയുടെ കയ്യില് ടാറ്റു കുത്തിയിരിക്കുന്നല്ലോ. ടാറ്റു അതും പറഞ്ഞ് കയ്യിൽ മാർക്കർ വെച്ച് വരച്ചോണ്ടിരിക്കുക. ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചാ കള്ളി. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ പറഞ്ഞു നടക്കാനാ എനിക്കിഷ്ടം. നമ്മുടെ ദീദി ന്യൂജൻ ആട്ടോ. വാ. അത് ദീദി, അവളെ വിളിക്കണ്ട. ഇത് ഭയ അമൃത എന്തിനിപ്പോ അങ്ങോട്ട് പോയത്? എന്റെ അമൃതക്കുട്ടിക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. അമൃതക്കുട്ടിക്ക് ദീദിയുടെ സമ്മാനം. പൊളിച്ച്. ഇത് കണ്ടുവരുന്ന ഉമ്രുവിനെ പറ്റി എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അമൃത എന്നാ ഇനി ഊർമ്മി നന്നാവുക? ഈ കാലഘട്ടത്തിലെ സ്ത്രീ ആവുക. അതെ, എന്ന് ഉമ്രു നന്നാവാ. അവൻ ഇപ്പൊ ഇട്ട മാല നിന്റെ കഴുത്തിൽ വേണ്ട. എന്താണ് ഭായി, ഒരു ഗർഭിണിയാണ്, കഴുത്തൊക്കെ പിടിച്ച് അങ്ങനെ വലിക്കാനൊന്നും പാടില്ല സ്വർണ്ണമാല. ഊരിയെടുത്താ പോരെ. അവള് ദേവേട്ടനെ ഡാർലിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് മധുവിന്റെ പൊസസീവ്നെസ്. ആരോടും ഇല്ലാത്ത ഒത്തിരി ഇഷ്ടം അവൾക്ക് ദേവേട്ടനോട് എങ്ങനെ ഉണ്ടായി? എന്റെ പൊന്നു മധു, ദേവേട്ടൻ ഒരു ജെന്റിൽമാനാണ്. ആൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ചില കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. എന്താടാ നിനക്ക് പറ്റാത്ത? ജാസ്മിനുമായി എനിക്കൊരു എഗ്രിമെന്റ് ഉണ്ട്. USA ഞാൻ ആരെങ്കിലും കൊന്നിട്ടുള്ള വരവാണോ? അതെന്തെങ്കിലും ആവട്ടെ. ജാസ്മിൻ എന്തോ കാര്യമായിട്ട് ലാപ്ടോപ്പിൽ നോക്കുന്നുണ്ടല്ലോ, എന്തായിരിക്കും? ഈ ഭൂമിയിൽ എവിടെ നോക്കിയാലും ജാസ്മിൻ ന്യൂജൻ എന്നിട്ട് ഞാൻ വിചാരിച്ചത് ഇത് തന്ത വൈബ്. എന്താണത്? ഗുഡ് മോർണിംഗ് മെസ്സേജ് വായിച്ചോണ്ടിരിക്കണം. മുല്ലിപ്പൂവിൽ എഴുതിയത്. പുറമേയുള്ള അഹങ്കാരം മാത്രമേ ഉള്ളൂ. ആള് തന്ത വൈബാ. ജാസ്മിൻ, മാറ്റം അനിവാര്യമാണ്. തന്ത വൈബല്ല, അമ്മാവൻ വൈബ്. പ്രൊഫസർ, ഐ എം വെയിറ്റിംഗ് ഫോർ യു. അല്ല, എന്നാലും ആരായിരിക്കും പ്രൊഫസർ? അതിന്റെ കോൺസിക്വൻസ് എന്തായാലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാം. ദീദി വർഷേനോട് ചോദിക്കുന്നു. അമൃതയുമായുള്ള വിവാഹത്തിന് അർജുനേട്ടന് ഇഷ്ടമുണ്ടായിരുന്നില്ല. വർഷെല്ലാം പറയുന്നു. എന്നെ ഇവിടുന്ന് ഇറക്കി വിടും, അത്രയല്ലേ ഉള്ളൂ. ഇറക്കി വിടട്ടെ, ഞാൻ അതിൽ സന്തോഷിക്കും. വർഷമില്ലേ തള്ള പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുമ്പോ സന്തോഷിക്കാൻ. ജാസ്മിൻ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. അടിപൊട്ടട്ടെ. ഇരുന്ന് അടിപൊട്ട. അപ്പൊ വർഷേനെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയോണ്ട് തന്നെ എല്ലാവരും എനിക്ക് പോയി. കവി ബിയിലേക്ക് എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കും. പൂച്ചയാ വള്ളിയും കെട്ടിട്ട് അങ്ങോട്ട് പോണ്. അയ്യോ പോവല്ലേ. അമൃതാബിയിലെ ക്യാമറയിൽ നിന്ന് പോവല്ലാണ്ട് അങ്ങോട്ട് കേറി നിൽക്കുക. എനിക്ക് നിന്നെ പിടിക്കാൻ പേടിയാ. ഞാൻ നിന്നോട് സംസാരിക്കാം, അപ്പൊ അദ്ദേഹം കേൾക്കുമല്ലോ. ഐഡിയ എന്താ? എടാ അതിനല്ലടാ മണ്ടത്തി മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചാണ്. ഒന്ന് നിന്നെ. അർജുൻ അമൃത എന്നെ വിളിച്ചു വന്നു. ഫോൺ എടുത്ത് വെറുതെ ഫോണിൽ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യും. പറഞ്ഞു. പൂച്ച പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ സമയത്തിന് ഓഫീസിലൊന്നും പോകുന്നില്ല. പൂച്ചാ ഞാനാ ഓഫീസിലാ. ഒന്ന് പോയി എടുക്കണ്ടേ.
അഭിഷേക് ഓ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കണ്ട. അവർക്ക് ഭ്രാന്തായ. പക്ഷെ എടുത്തു തരാൻ ഒരാളില്ലാണ്ട് എങ്ങനെയാ? തനിയെ എടുത്ത് കഴിക്കടാ. ഞാൻ സോറി പറഞ്ഞാൽ സന്തോഷാവോ? ഈ പൂച്ചയ്ക്ക് എന്താ ഇത്ര സംശയം? ആ. ഈ വീട്ടിലെല്ലാരും മിമിക്രിക്കാരാട്ടോ. എല്ലാവർക്കും ഹാപ്പി സൗണ്ട് കിട്ടും. നമുക്കൊന്നും എടുക്കാൻ പറ്റുള്ളൂടെ. അമൃത കാർ ഇങ്ങോട്ട് പോണ്. അപ്പൊ ഇവിടെ ചമ്മി ഞാൻ പറ്റിച്ചു പോ. ഇതൊക്കെ പൂച്ച ഒത്തിരി ഇഷ്ടല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടാ പൂച്ചേനെ. പക്ഷെ എന്റെ ലോകം ഈ വീടാ. ഇത് ഓക്കെ മോളെ.